തമിഴ്നാട്ടിലെ പൊതുഗതാഗത സംവിധാനത്തെ കൂടുതൽ ആധുനികവും യാത്രക്കാർക്ക് സൗകര്യപ്രദവുമാക്കുന്ന സുപ്രധാന പ്രഖ്യാപനവുമായി മുഖ്യമന്ത്രി വിജയ് രംഗത്തെത്തി. ഇനി മുതൽ സംസ്ഥാന സർക്കാർ വാങ്ങുന്ന എല്ലാ പുതിയ ബസ്സുകളും എയർ കണ്ടീഷൻ സൗകര്യമുള്ളവ മാത്രമായിരിക്കുമെന്നാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നതെന്ന് ഗതാഗത മന്ത്രി വിജയ് തമിഴൻ പാർത്ഥിബൻ അറിയിച്ചു. പൊതുജനങ്ങൾക്ക് ചൂടും പൊടിയും മഴയും ഉൾപ്പെടെയുള്ള കാലാവസ്ഥാ വെല്ലുവിളികൾ നേരിടാതെ കൂടുതൽ സുരക്ഷിതവും സുഖകരവുമായി യാത്ര ചെയ്യാൻ കഴിയുന്ന തരത്തിൽ പൊതുഗതാഗത സംവിധാനത്തെ മാറ്റിയെടുക്കുക എന്നതാണ് മുഖ്യമന്ത്രിയുടെ കാഴ്ചപ്പാടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സേലത്ത് ഭരണകക്ഷിയായ ടി.വി.കെയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പൊതുപരിപാടിയിൽ സംസാരിക്കവെയാണ് ഗതാഗത മന്ത്രി ഇക്കാര്യം വിശദീകരിച്ചത്. തമിഴ്നാട്ടിലെ നഗരങ്ങളും ഗ്രാമങ്ങളും മാത്രമല്ല, സംസ്ഥാനത്തിന്റെ അതിർത്തി പ്രദേശങ്ങളും ഉൾപ്പെടെയുള്ള എല്ലാ വിദൂര മേഖലകളിലേക്കും ഗുണമേന്മയുള്ള പൊതുഗതാഗത സേവനം എത്തിക്കണമെന്നാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമെന്ന് അദ്ദേഹം പറഞ്ഞു. യാത്രക്കാരുടെ സാമ്പത്തിക സ്ഥിതിയോ സാമൂഹിക പശ്ചാത്തലമോ പരിഗണിക്കാതെ എല്ലാവർക്കും ഒരേ നിലവാരത്തിലുള്ള യാത്രാനുഭവം ലഭിക്കണമെന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുഖ്യമന്ത്രി വിജയ് അടുത്തിടെ നടത്തിയ സർക്കാർ ബസ് യാത്രയ്ക്കിടെയാണ് പൊതുഗതാഗത സംവിധാനത്തിൽ കൂടുതൽ ഗുണനിലവാരമുള്ള മാറ്റങ്ങൾ അനിവാര്യമാണെന്ന വിലയിരുത്തലിലെത്തിയതെന്ന് പാർത്ഥിബൻ പറഞ്ഞു. യാത്രക്കിടെ ബസ്സിലെ സൗകര്യങ്ങൾ നേരിട്ട് വിലയിരുത്തിയ മുഖ്യമന്ത്രി ഇനി മുതൽ സംസ്ഥാന സർക്കാർ വാങ്ങുന്ന എല്ലാ പുതിയ ബസ്സുകളിലും എയർ കണ്ടീഷൻ സംവിധാനം നിർബന്ധമായും ഉൾപ്പെടുത്തണമെന്ന് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായും വെളിപ്പെടുത്തി. യാത്രക്കാരുടെ യാത്ര കൂടുതൽ സുഖകരമാകുന്നതിനൊപ്പം പൊതുഗതാഗതത്തിലേക്കുള്ള ജനങ്ങളുടെ വിശ്വാസവും ഉപയോഗവും വർദ്ധിപ്പിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കഴിഞ്ഞയാഴ്ച സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സർവീസ് നടത്തുന്നതിനായി 300 പുതിയ സർക്കാർ ബസ്സുകളുടെ സർവീസ് മുഖ്യമന്ത്രി വിജയ് ഔപചാരികമായി ഫ്ളാഗ് ഓഫ് ചെയ്തിരുന്നു. ചടങ്ങിനിടെ അദ്ദേഹം ഒരു ബസ്സിൽ കയറി യാത്ര ചെയ്യുകയും കണ്ടക്ടറുമായും മറ്റ് ജീവനക്കാരുമായും ആശയവിനിമയം നടത്തുകയും ചെയ്തിരുന്നു. യാത്രക്കാർക്ക് നൽകുന്ന സേവനത്തിന്റെ നിലവാരം, ജീവനക്കാരുടെ പ്രവർത്തന സാഹചര്യങ്ങൾ, ബസ്സുകളുടെ സാങ്കേതിക സൗകര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹം നേരിട്ട് വിവരങ്ങൾ ശേഖരിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. 127.21 കോടി രൂപ ചെലവഴിച്ചാണ് പുതിയ ബസ് ശൃംഖല സംസ്ഥാന ഗതാഗത വകുപ്പിന് കൈമാറിയത്. ഇതിൽ 164 ഡീസൽ ബസ്സുകളും 136 ഭാരത് സ്റ്റേജ് 6 മലിനീകരണ നിയന്ത്രണ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന കംപ്രസ്ഡ് പ്രകൃതിവാതക ബസ്സുകളും ഉൾപ്പെടുന്നു. പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കുന്നതിനും ഇന്ധനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുമുള്ള സർക്കാരിന്റെ ദീർഘകാല പദ്ധതിയുടെ ഭാഗമായാണ് കൂടുതൽ പരിസ്ഥിതി സൗഹൃദ വാഹനങ്ങൾ പൊതുഗതാഗത രംഗത്തേക്ക് ഉൾപ്പെടുത്തുന്നതെന്ന് അധികൃതർ വ്യക്തമാക്കി. കോയമ്പേട്, കിളമ്പാക്കം എന്നിവ ഉൾപ്പെടെയുള്ള പ്രധാന ബസ് ടെർമിനലുകളിൽ നിന്നാണ് പുതിയ ബസ്സുകൾ ഘട്ടം ഘട്ടമായി സർവീസിനിറക്കുന്നത്. യാത്രക്കാരുടെ തിരക്ക് കൂടുതലുള്ള റൂട്ടുകളിൽ അധിക സർവീസുകൾ ഏർപ്പെടുത്തുന്നതിലൂടെ കാത്തിരിപ്പ് സമയം കുറയ്ക്കുകയും ഗ്രാമനഗര മേഖലകളിലേക്കുള്ള യാത്രാ സൗകര്യം കൂടുതൽ കാര്യക്ഷമമാക്കുകയും ചെയ്യുകയാണ് ലക്ഷ്യം. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും പൊതുഗതാഗത ശൃംഖലയുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ഈ പുതിയ ബസ്സുകൾ നിർണായക പങ്കുവഹിക്കുമെന്നാണ് വിലയിരുത്തൽ. പുതിയ ബസ്സുകളുടെ ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ സംസ്ഥാന മന്ത്രിസഭയിലെ നിരവധി മുതിർന്ന മന്ത്രിമാരും ഗതാഗത വകുപ്പിലെ ഉയർന്ന ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും പങ്കെടുത്തു. പൊതുഗതാഗത മേഖലയെ സമഗ്രമായി നവീകരിക്കുകയും യാത്രക്കാരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള ആധുനിക സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്ന സർക്കാരിന്റെ വികസന നയത്തിന്റെ ഭാഗമായാണ് ഈ പദ്ധതിയെ സർക്കാർ അവതരിപ്പിക്കുന്നത്. ഭാവിയിൽ കൂടുതൽ സുഖകരവും സുരക്ഷിതവും പരിസ്ഥിതി സൗഹൃദവുമായി പൊതുഗതാഗത സംവിധാനം ഒരുക്കുന്നതിലൂടെ തമിഴ്നാട്ടിലെ യാത്രാ സംസ്കാരത്തിന് പുതിയ ദിശ നൽകാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.